അപ്പോൾ ഇന്ന് വേഗത്തിൽ നമുക്കൊരു ഉരുളൻകിഴങ്ങ് കറി വെച്ചാലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. സബോള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അത്രയാണ് എടുത്തത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടിയാണ് കേട്ടോ ചേർത്തത്. പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഉരുളൻകിഴങ്ങിലേക്കും സബോളയിലേക്കും ഒക്കെ മസാലയൊക്കെ നല്ലോണം പിടിച്ച് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ് കറിയായിരുന്നു കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.